ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ലീബാ പെരുന്നാളിന് ശേഷമുള്ള 4-ാമത്തെ ഞായറാഴ്ചയിലെ വിശുദ്ധ എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗലിസ്ത എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ. അതില്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും എന്ന് ആരംഭിക്കുന്ന വേദഭാഗം മനുഷ്യൻ്റെ വിശ്വസ്തത എപ്രകാരമായിരിക്കണം, അല്പത്തിലും അധികത്തിലും എങ്ങനെ വിശ്വസ്തരായിരിക്കണമെന്നും എങ്ങനെ ഒരു ഭൃത്യന് തൻ്റെ യജമാനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം സാധിക്കും, ആ വിശ്വസ്തതയില്ലാതെ അത് അസാധ്യമാണ് എന്ന് പഠിപ്പിക്കുന്ന വേദഭാഗം. അതേപോലെ തന്നെ ദ്രവ്യാഗ്രഹത്തിൻ്റെ മൂർധന്യത, മനുഷ്യരുടെ മുമ്പിൽ നീതീകരിക്കപ്പെട്ടവരായി ജീവിക്കുമ്പോഴും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ പലപ്പോഴും ബലാത്കാരേണ പിടിച്ചടക്കുവാൻ തക്കവണ്ണം മാത്രം ശ്രമിച്ചുകൊണ്ട് ദൈവവചനത്തിന് ഹൃദയത്തിൽ പ്രസക്തി കൊടുക്കാതെ കുടുംബജീവിതത്തിലെ തകർച്ചയ്ക്കും കുടുംബജീവിതത്തിലെ വിശ്വസ്തതയ്ക്കും വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തോട് യേശുതമ്പുരാൻ ആഹ്വാനം ചെയ്യുന്ന ചില നന്മകളുടെ അടയാളം കൂടിയാണ് നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. മാമോൻ എന്ന പദം യഹൂദ മതഗ്രന്ഥങ്ങളിൽ നാം അധികമായി കാണുന്ന ഒന്നാണ്. അതിൻ്റെ വാച്യാർത്ഥം ധനം, പണം എന്നാണെങ്കിലും മനുഷ്യഹൃദയത്തെ വശീകരിച്ച് മനുഷ്യനെ ദൈവത്തിൽ നിന്നകറ്റുന്ന ലൗകിക സമ്പത്തിനെക്കുറിച്ചാണ് അവിടെ വിവക്ഷിക്കുന്നത്. മാമോൻ ക്യാൻ സെഡ്യൂസ് ഡിസൈപ്പിൾസ് എവേ ഫ്രം ഗോഡ്. ക്രിസ്തു ശിഷ്യന്മാരെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം ഇടയാവുന്ന ഒന്നായിട്ട് തന്നെയാണ് ഈ മാമോനെ ക്രിസ്തു കാണുന്നത്. അൺറൈറ്റ്യസ് മാമോൻ, ദാറ്റ് ഇൻ വിച്ച് വൺ പുട്ട്സ് വൺസ് ട്രസ്റ്റ്. നമുക്കറിയാം, നമ്മുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നമ്മുടെ ഹൃദയം. ഈ ലോകത്തിൻ്റെ മക്കൾ ഈ തലമുറയിൽ ബുദ്ധിയേറിയവരായി പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ടും ധനവാനായ മനുഷ്യന് ഒരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിശദീകരണത്തോടും കൂടിയാണ് ഈ വേദഭാഗം ആരംഭിക്കുന്നത്. ശിഷ്യന്മാർ എപ്രകാരം നല്ല കാര്യവിചാരകന്മാരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഈ വേദഭാഗം പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലും വളരെ പ്രസക്തമാണ്. ദൈവമാണ് സകലത്തിനും അധിപനെന്നും സ്വർഗ സമ്പാദ്യങ്ങളെ പ്രാപിക്കുന്നവരായി, അതിനോട് കൂറു പുലർത്തുന്നവരായി, അതിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി ജീവിക്കുന്ന കാര്യവിചാരകന്മാരാണ് നാം ഓരോരുത്തരും എന്ന് ഈ വേദഭാഗം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. യു കനോട്ട് സെർവ് ബോത്ത് ഗോഡ് ആൻഡ് മാമോൻ. എനിക്കും നിങ്ങൾക്കും ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. ദ്രവ്യാഗ്രഹം അത് ക്രിസ്തുവിനെ സംബന്ധിച്ച് ഏറ്റവും അനീതിയുള്ള വലിയ പാപത്തെക്കുറിച്ചുള്ള വലിയൊരു ചിന്തയായിട്ടാണ്, സ്വർഗീയ അനുഭവമായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് മാറി നിൽക്കാതെ യാതൊരു വിധത്തിലും സ്വർഗരാജ്യം നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം സാധിക്കുകയില്ല. നമ്മുടെ ആരാധനകളിൽ ഇത് വ്യക്തമാണ്. ശനിയാഴ്ച സൂത്താറ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്ന ബഹുസയിൽ അന്ത്യകാലം വന്നെത്തുമ്പോൾ, ന്യായവിധിയുടെ കാലത്ത് ഈറ്റുനോവും ഷണ്ഡകളും പോരുകളും വളരെ വർദ്ധിക്കുന്ന കാലത്ത്, ഈ നാം കാണുന്ന ശുശ്രൂഷകളും ബലികളും എല്ലാം നീങ്ങിപ്പോകുന്ന ഒരു കാലത്ത് ദ്രവ്യാഗ്രഹം, ആ ദ്രവ്യം നേടാനുള്ള പരസ്പര തർക്കങ്ങളും പരസ്പര പോരുകളും അത് മുറുകുമ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി എന്ന് പ്രത്യേകമായിട്ട് അവിടെ പിതാക്കന്മാർ ദൈവവചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദ്രവ്യാഗ്രഹം തന്നെയാണ് കുടുംബജീവിതത്തിൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുവാൻ തക്കവണ്ണം, വ്യഭിചാര പ്രവർത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ പ്രത്യേകമായിട്ട് ഇടയാക്കുന്നത് എന്നും ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നു. The Pharisees as greedy and exalting themselves. അവർ ദ്രവ്യാഗ്രഹികളാണെങ്കിലും മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കപ്പെട്ടവരും
നീതിവൽക്കരിക്കപ്പെട്ടവരുമായി കാണിക്കുവാൻ തക്കവണ്ണം പരിശ്രമിക്കുന്നവരാണ്. ഈ ഗ്രീഡ് ആൻഡ് സെക്ഷുവൽ സിൻസ് ഇത് മനുഷ്യൻ്റെ സഹജ വ്യക്തിത്വത്തിൽ വളരെ പോറലേൽപ്പിക്കുന്നതും വളരെ ദൈവിക നന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നതുമായ ഒന്നാണ്. നമുക്കറിയാം, ക്യാരക്ടർ ഇസ് ദ റൂട്ട് ഓഫ് ദ ട്രീ ആൻഡ് ബിഹേവിയർ ഇസ് ദ ഫ്രൂട്ട് ഓഫ് ദ ട്രീ എന്ന് പറയാറുണ്ട്. അഗ്നിച്ചിറകുകൾ എന്ന തൻ്റെ പുസ്തകത്തിൽ APJ അബ്ദുൽ കലാം ഇപ്രകാരം പറയുന്നു: എൻ്റെ പിതാവിൽ നിന്ന് സത്യസന്ധതയും എൻ്റെ മാതാവിൽ നിന്ന് നന്മയും നീതിയും ഞാൻ പഠിച്ചു. പ്രിയമുള്ളവരെ, ദൈവ ദർശനം സാധ്യമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ട വിശ്വസ്തത അത് ദൈവത്തോട് മാത്രമായിരിക്കണം എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ഒരു വേദഭാഗം. അതേപോലെ തന്നെ ദൈവികമായ ഈ ധനം ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ ഓണർഷിപ്പ് അത് ദൈവത്തിനാണ് എന്നും നാം ഒക്കെയും ആ പൊസഷൻസ് നല്ല കാര്യവിചാരകത്വത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നവരാണ് എന്നും ഉള്ള ബോധ്യം നമ്മിൽ വളരേണ്ടത് ആവശ്യമാണ്. ഡിസൈപ്പിൾസ്, ക്രിസ്തു ശിഷ്യന്മാർ, ക്രിസ്ത്യാനി എന്ന് പറയുന്നത് to convert mammon into heavenly capital by sharing it with others, particularly the needy. നമുക്കറിയാം, ആംസ് ഗിവിംഗ് എന്ന് പറയുന്നത് ക്രിസ്തു നമ്മെ പഠിപ്പിച്ച ഏറ്റവും മർമ്മപ്രധാനമായ ആത്മീയ അർത്ഥങ്ങളിലൊന്നാണ്. അത് പരിശുദ്ധ സഭ പാലിക്കേണ്ടതും പാലിക്കുവാൻ പ്രത്യേകമായി പഠിപ്പിക്കുന്നതുമായ ഒന്നാണ്. ഓരോ വ്യക്തി ജീവിതത്തിലും ഈ ഒരു വലിയ ബോധ്യം നമുക്ക് ഉണ്ടാകണം. ദ്രവ്യാഗ്രഹത്തിൽ നിന്നൊഴിഞ്ഞ് കുടുംബജീവിതത്തിൽ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കപ്പെടുവാൻ മാത്രമല്ല, വിശ്വസ്തത ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.